അപ്പം ഇങ്ങനെ തുടങ്ങല്ലേ. ഇനി ഇങ്ങനെ ഒരു ചോദ്യം വന്നാണ്ടല്ലോ നിങ്ങൾക്ക് ചെയ്യാതിരിക്കാനേ പറ്റത്തില്ല. അപ്പോൾ ഒരു ചിന്ത തോന്നും, അതെന്നാ ചോദ്യമോ? വാ നമുക്കൊരു ചോദ്യം നോക്കാന്നേ. എങ്ങനത്തെ 100നും 400നും ഇടയിൽ 6 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുന്ന എത്ര സംഖ്യകളുണ്ട്? ഇതാദ്യം കണ്ടുപിടിക്കേണ്ട ഉണ്ടല്ലോ. ഒരു സാധനം കണ്ടുപിടിക്കണം, ഒന്നല്ല 2 സാധനം. അതെന്താ അറിയോ? ഈ 100ന് താഴെയുള്ള 6ൻ്റെ ഗുണിതങ്ങൾ എത്രയുണ്ടെന്ന് നോക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കുന്നത് അറിയാവോ? 100 ÷ 6 ചെയ്താൽ മതി. അപ്പം എത്ര കിട്ടുന്നത്? 16 അല്ലേ? അതുപോലെ തന്നെ ഈ 400ൻ്റെ താഴെയുള്ള 6ൻ്റെ ഗുണിതങ്ങളുടെ എണ്ണം എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇതുപോലെ തന്നെ നോക്കിക്കേ. 400 ÷ 6 ചെയ്താൽ മതിയെന്നേ. അപ്പം എത്ര കിട്ടുക? 66. പക്ഷെ നമുക്ക് കണ്ടുപിടിക്കേണ്ട സാധനം എന്നാ? 100നും 400നും ഇടയിൽ 6 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുന്ന എത്ര സംഖ്യകളുണ്ടെന്ന്. അപ്പോൾ ഈ കണ്ടുപിടിച്ച് വെച്ചേക്കുന്ന സാധനം വെച്ച് അതൊന്ന് കണ്ടുപിടിക്കാൻ നോക്കിയാലോ. 400ൻ്റെ താഴെയുള്ള 6ൻ്റെ ഗുണിതങ്ങളുടെ എണ്ണമായ 66 നിന്ന് ഈ 100ൻ്റെ താഴെയുള്ള 6ൻ്റെ ഗുണിതങ്ങളായ എണ്ണമായ 16നെ ഒന്ന് കുറച്ച് നോക്കിക്കേ. അപ്പോൾ എത്ര കിട്ടുന്നത്? 50. ഇപ്പം മനസ്സിലായോ എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന്? ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ കാര്യവും മനസ്സിലായില്ലേ? ഇനി ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ നിങ്ങൾക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല, അതെനിക്ക് ഉറപ്പാണ്.